ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ റിവർ ഓഫ് ഗോസ്റ്റസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എപ്പോഴത്തെയും പോലെ തന്നെയാണ് നമ്മൾ എന്തായാലും ആ ഒരു വൺ ലൈൻ പറഞ്ഞ് ഇൻട്രസ്റ്റ് കളയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള സാമിനെയാണ് കാണിക്കുന്നത്. അതുപോലെ കാണിക്കുമ്പോൾ സാം വളരെ വിഷമത്തോടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. എന്താണ് കാരണം എന്ന് വെച്ചാൽ അവന്റെ ഭാര്യ ജെയിൻ അവളെ കാണാതായിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസമായി. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് അവൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്തോ ഈ ഒരു വീടിനകത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ അവൻ പതിയെ എഴുന്നേറ്റ് ചുറ്റിനും നോക്കുന്നു. ഒരുപക്ഷെ ജെയിൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഹേയ് ജെയിൻ, നീ വീട്ടിലുണ്ടോ എന്നെല്ലാം പറഞ്ഞ് എല്ലാ റൂമുകളിലെങ്കിലും നടക്കുമ്പോഴത്തേക്കാണ് ആ റൂമിലെ എന്തോ ഒരു വലിയ ഫോഴ്സ് വന്ന് അവനെ അടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ്. താഴെ വീണ സാമ നോക്കുമ്പോൾ ചുറ്റിനും ഈ ലൈറ്റ് എല്ലാം കത്തുകണയെല്ലാം ചെയ്യുന്നു. അതേപോലെ തന്നെ പല സാധനങ്ങളും നല്ലതുപോലെ അനങ്ങുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ എഴുന്നേറ്റ് ഒരു റൂമിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും അവൻ എന്തോ കണ്ട് പേടിച്ചിട്ട് ഇല്ല വേണ്ട വേണ്ടെന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഏതോ ഒരു ഫോഴ്സ് വന്ന് അവനെ അടിച്ച് താഴേക്കിട്ട് കാണിക്കുമ്പോഴത്തേക്കും സാമിന്റെ കണ്ണ് ചുവന്നിട്ട് കണ്ണിൽ നിന്ന് രക്തം വരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. പെട്ടെന്ന് അവന്റെ ശരീരമെല്ലാം വിറച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ട് അവന്റെ ബോധം നഷ്ടപ്പെടുന്നതും ഇവിടെയാണ് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അതുമല്ലാതെ കാണിക്കുമ്പോൾ ആ ഒരു വലിയ തടാകം, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി തന്നെ ഇനി പോകാൻ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനില് ഇവിടുത്തെ ആ ഒരു നഗരവും അതേപോലെ തന്നെ അവിടെയുള്ള ഒരു ട്രഷറിയാണ് കാണിക്കുന്നത്. അവിടെയുള്ള ധനമന്ത്രി, അയാളുടെ ഭാര്യയാണെങ്കിൽ എപ്പോഴും നടുവേദന, മുതുകുവേദന, അതുകൊണ്ട് ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവരെന്തായാലും നമുക്ക് ജസ് എന്ന് വിളിക്കാം. അങ്ങനെ ഇത് കേൾക്കുന്ന ആ ഒരു ഫ്രണ്ട് ആണെങ്കിൽ എനിക്കറിയാം 1 വർഷമായിട്ട് നീ ഇത് സഹിക്കുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് നമ്മുടെ നാട്ടില് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ എന്ന് പറയാൻ കഴിയത്തില്ല, ഒരു ഹിപ്നോ തെറപ്പിസ്റ്റ് ആണ്. അതേസമയം ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് വന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നെറ്റിയിൽ നല്ല മുറിവുണ്ട്. അതേപോലെ തന്നെ കാൽമുട്ട് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദനയ്ക്കുള്ള മരുന്നെല്ലാം എടുത്ത് കഴിച്ചിട്ട് ആ കാൽമുട്ട് മുറിഞ്ഞല്ലോ അവിടെയെല്ലാം വെച്ചിങ്ങനെ കെട്ടുന്നു. അതേസമയം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഈ ഒരു ഹോട്ടലിലേക്ക് കഴിക്കാനായിട്ട് വരികയാണ്. ഇത് കണ്ട ജസ്സും ആ ഒരു ഫ്രണ്ടും ഹീറോയുടെ ഭാര്യയായിട്ടുള്ള ജെയിനാണല്ലോ കാണാതായിട്ടുള്ളത്. അതിനെപ്പറ്റി ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ ഒരു ഹിപ്നോ തെറപ്പിസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡോക്ടറെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡോക്ടറെ എന്തായാലും നമുക്ക് ലൂക്ക് എന്ന് വിളിക്കാം. ഇപ്പോൾ ലൂക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആര് ഇപ്പൊ ശരീരവേദന ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നാലും അവരുടെ ശരീരം പരിശോധിക്കാതെ അവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ ആ ഒരു വേദനയെല്ലാം മാറ്റി കൊടുക്കുകയാണ് ഇവൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ലേഡി വന്നിട്ട് അവരുടെ കാൽമുട്ട് വേദന എടുക്കുന്നതെന്ന് പറയുമ്പോൾ അവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ ഒരു വേദന മാറ്റി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വേറൊരു താടിക്കാരൻ, അയാളാണെങ്കിലും പറയുന്നുണ്ട് എന്റെയും വേദനയെല്ലാം മാറി, ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞൊരു കൊറിയക്കാരൻ, അവൻ ഈ വേദന കാരണം നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നടക്കുന്നെല്ലാം പറഞ്ഞ് അവനെ ഭേദമാക്കി വിടുന്നു. അപ്പൊ ഈ ഒരു കാര്യമെല്ലാം ജസിനോട് ആ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ആ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാല് നിന്റെ വേദനയെ നിനക്ക് മാറ്റാൻ കഴിയും എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് നമ്മുടെ ഹീറോ ഇവിടെ ഇങ്ങനെ കേൾക്കാണ്. അതേസമയം മറ്റൊരിടത്ത് ഇവിടുത്തെ ഒരു ലോക്കൽ പോലീസ് ഉണ്ട്. ആ ഒരു പോലീസുകാരൻ നമ്മുടെ ഹീറോയെ തന്നെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവന്റെ ഭാര്യയെ കാണാതായെന്ന് പരാതി കൊടുത്തതിന് ശേഷം ആ ഒരു പോലീസുകാരന് ഒരു സംശയം, ഒരുപക്ഷെ ഹീറോ തന്നെയായിരിക്കും അവന്റെ ഭാര്യയെ കൊന്നിട്ട് ഇതുപോലെ അഭിനയിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഹീറോയെ അയാള് രഹസ്യമായിട്ട് ഫോളോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ രാത്രി സമയമാവുന്നതും ആ ഒരു റൂമിന്റെ അന്തരീക്ഷം മുഴുവനായിട്ട് മാറുകയാണ്. നല്ല ഇതിൽ കാറ്റടിക്കുന്നു, പലയിടങ്ങളിൽ നിന്നും സൗണ്ട് കേൾക്കുന്നു. ഹീറോ ആണെങ്കിലും പേടിച്ചിട്ട് നെറ്റില് ഈ പ്രേതങ്ങളെ പറ്റിയെല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും, അതെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവന്റെ ശരീരത്തിനകത്ത് എന്തോ കയറിയിട്ട് ഏതോ ഒരു പെണ്ണിനെ വഴക്ക് പറയുന്നത് പോലെ നീക്കൊരു സ്ത്രീയാണോ എന്നുള്ള രീതിയിൽ മോശമായിട്ട് വഴക്ക് പറയുന്ന രീതിയിൽ അവൻ തന്നെ ഇങ്ങനെ പറയാണ്. അത് കഴിഞ്ഞ് താഴേക്ക് ഒന്ന് വീഴുന്നതും അവന്റെ മുട്ട് നല്ല വേദനയുണ്ട്, കാരണം ആൾറെഡി ആ ഒരു മുട്ട് മുറിഞ്ഞേക്കാണ്. അതേസമയം ഇവിടെ ജസ്സിനെ കാണിക്കുമ്പോൾ ആ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഡോക്ടർ ഉണ്ടല്ലോ ലൂക്ക്, അവനെ കാണാനായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അവനോട് വന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് അവൻ ഇവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ കുട്ടിക്കാലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നു. പിന്നെ ഇവരുടെ ഭർത്താവ് ആ ഒരു ധനമന്ത്രി ഉണ്ടല്ലോ, അയാളും ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ചോദിച്ച് അങ്ങനെ ഹിപ്നോട്ടൈസ് എല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ജസ് ആയാലും പറയുന്നത് ഏയ് എന്റെ വേദന ഇപ്പോൾ ചെറിയ മാറ്റമുണ്ട്, അനസ്തേഷ്യ തരാതെ തന്നെ എന്റെ വേദന നീ മാറ്റിയല്ലോ, ഇനി ഒരു 2 സെക്ഷനും കൂടി വന്നു കഴിഞ്ഞാൽ എന്റെ വേദന പൂർണ്ണമായിട്ട് മാറും എന്നെല്ലാം പറഞ്ഞ് താങ്ക്സ് ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ലൂക്ക് പറയും എന്നെ ഡോക്ടർ എന്ന് വിളിക്കണ്ട, ഞാനൊരു ഹിപ്നോ തെറപ്പിസ്റ്റ് ആണ്, എന്നെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോൾ അത് കഴിഞ്ഞ് ലൂക്ക് അടുത്തുള്ള ആ ഒരു തടാകത്തിനടുത്തേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു വശത്തോടെ നടക്കുമ്പോഴത്തേക്കാണ് അവൻ പഴയ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നത്. ഇവൻ സൈക്കാട്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫൈനൽ ഇയർ എക്സാം
അതിൽ 2 തവണ അവൻ തോറ്റുപോയി. ആ ഒരു സമയത്ത് അവന്റെ പ്രൊഫസർ വന്നിട്ട് അവനോട് പറയും, ഹേയ് ലൂക്ക്, ഇതൊരിക്കലും ഒരു അവസാനമല്ല, നിനക്ക് ഇനിയും ശ്രമിക്കാൻ കഴിയും. ഒരു സൈക്കാട്രിക് ഡോക്ടർ ആവുന്നതിന് പകരം നീ ഒരു ഹിപ്നോ തെറപ്പിസ്റ്റ് ആവും. മറ്റുള്ളവരുടെ മനസ്സിനുള്ളിലേക്ക് പോയിട്ട് അവരുടെ വേദന നീ മാറ്റാൻ ശ്രമിക്കും. അതിനുള്ള പവർ നിനക്കുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഫസറിന്റെ കണ്ണ് പെട്ടെന്ന് ഒരു മുതലയുടെ കണ്ണായിട്ട് ഇങ്ങനെ മാറാണ്. പെട്ടെന്ന് ഇവനങ്ങ് പേടിച്ചു പോകും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അത് നോർമലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വിചാരിക്കും ഒരു പക്ഷെ അവന് തോന്നിയതായി, ഓക്കെ പ്രൊഫസർ, ഇപ്പോൾ എനിക്കെന്തോ പവർ ഉണ്ടെന്നെല്ലാം പറഞ്ഞു, അതെങ്ങനെയാണ് ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു പ്രൊഫസർ പറയും, ഓക്കെ, നീ ആ ഒരു തടാകത്തിലേക്ക് നോക്ക്, അവിടെ വെള്ളം അനങ്ങുന്ന ആ ഒരു തിരമാലകളല്ലേ, അതിന്റെ നിഴൽ ഭാഗത്ത് മാത്രം ശ്രദ്ധിച്ച് നോക്കാൻ പറയുമ്പോൾ അവനായാലും ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഉള്ളിൽ എന്തോ ഒരു നിഴൽ പോകുന്നത് പോലെ പെട്ടെന്ന് അതൊരു ഡ്രാഗന്റെ കണ്ണായിട്ട് മാറി. പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു വെള്ളത്തിന് മുകളിലേക്ക് വലിയ ആ ഒരു ഡ്രാഗൺ വന്ന് ഇവനെ നോക്കി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അത് അവിടെ നിന്ന് പോവാണ്. പെട്ടെന്ന് ആ ഒരു പ്രൊഫസറിനെയും കാണാനില്ല, ഡ്രാഗനെയും കാണാനില്ല, അവിടെ ആ ഒരു തിരമലയും ഇല്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ലൂക്ക് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവനെ ആ ഒരു നഗരത്തിലെ പോലീസുകാരുണ്ടല്ലോ അയാൾ ഇങ്ങനെ വിളിച്ചിട്ട്, ഇതുപോലെ ഞാൻ ഈ ഒരു പട്ടണത്തിലെ പോലീസുകാരനാണ്, സാം എന്ന് പറഞ്ഞ ഭാര്യ ജെയിൻ, അവളെ കാണാതായിട്ട് ഇപ്പൊ ഒരുപാട് നാളായി. അതുപോലെ സാമിനെ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഒരുപക്ഷെ അവൻ തന്നെ അവന്റെ ഭാര്യയെ കൊന്നിട്ട് കാണാതായെന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരെയും പറ്റിക്കുകയാണെങ്കിലോ, അതുകൊണ്ട് ഇതിൽ നിങ്ങളുടെ സഹായം എനിക്ക് എന്തായാലും ആവശ്യമുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചതിൽ വെച്ചിട്ട് അവനെതിരെ ഒരു തെളിവ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നീ അവനോടൊന്ന് സംസാരിച്ച് സത്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രമിക്കണം. അതുകൊണ്ട് അവന്റെ ഭാര്യയെ പറ്റി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെ വിളിച്ചാൽ മതി, അവൻ ഉടനെ തന്നെ അവിടേക്ക് വരും എന്നും പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുന്നതും ലൂക്കിന് അത്രയും സന്തോഷം. കാരണം പോലീസുകാർ തന്നെ ഇവനോട് സഹായം ചോദിക്കല്ലേ. അങ്ങനെ പെട്ടെന്ന് വന്ന് ഡോർ തുറക്കുമ്പോൾ നമ്മുടെ ഹീറോ വെളിയിൽ നിൽക്കാണ്. അകത്തേക്ക് വന്ന ഹീറോ ആയാലും, എനിക്ക് ഒരുപാട് വേദനയുണ്ട്, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല, രാത്രി ആയി കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ലൂക്കായാലും അവനെ അവിടെ കിടത്തിയിട്ട് അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് നോക്കുകയാണ്. ആ ഒരു സമയത്ത് ഹീറോയുടെ ഭാര്യ ജെയിൻ ഉണ്ടല്ലോ, അവൾ ഇപ്പോൾ ആ ഒരു തടാകത്തിനടുത്തായിട്ട് നിന്നിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കുന്നു, ഇപ്പൊ ഞാനാണോ വലുത് അവളാണോ വലുത് എന്നെല്ലാം പറഞ്ഞ് പെട്ടെന്നൊരടി. അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെ ഒരുപാട് അടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മുടെ ഹീറോ ആയാലും പെട്ടെന്ന് അവന് വേദന സഹിക്കാൻ കഴിയാതെ ഈ ഒരു കാര്യങ്ങളെല്ലാം ലൂക്കിനോടും പറയാണ്. അപ്പോൾ ലൂക്ക് ആയാലും അവനെ സമാധാനപ്പെടുത്തിയിട്ട്, ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലേ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്, നിങ്ങൾക്ക് ഒരു മുട്ടുവേദന വന്നത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ അതിനും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. ആ ഒരു തടാകത്തിനടുത്തൂടെ നമ്മുടെ ഹീറോ നല്ല വേഗതയിൽ ഓടുന്ന വഴിക്ക് കാല് തട്ടിയിട്ട് നേരെ താഴേക്കൊന്ന് വീഴുമ്പോൾ ആ മുട്ട് വന്നൊരു കല്ലിടിച്ച് അപ്പോഴാണ് ആ ഒരു മുട്ട് തന്നെ മുറിയുന്നത്. അതുപോലെ തന്നെ ആ ഒരു വേദന ഫീൽ ചെയ്ത് ആ ഒരു ഫ്ലോറിൽ ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ ഹീറോയെ വീണ്ടും ഹിപ്നോട്ടൈസ് ചെയ്ത് ഇരുത്തിയിട്ട് ഈ ഒരു ഹിപ്നോട്ടൈസ് സെക്ഷൻ തന്നെ കഴിയുമ്പോൾ ഹീറോയ്ക്ക് അത്യാവശ്യം വേദനകളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും തന്റെ വീട്ടിൽ സംഭവിക്കുന്ന ആ ഒരു കാര്യങ്ങൾ അതെന്താണെന്ന് ഹീറോയ്ക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ ലൂക്ക് പറയും, ശരി, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്ന് നോക്കാം എന്ന് പറഞ്ഞ് അന്ന് രാത്രി തന്നെ ഇവർ രണ്ടുപേരും നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും വീടിനകത്തേക്ക് കയറി പോകുന്നത് ആ ഒരു പോലീസുകാരുണ്ടല്ലോ അയാൾ ഒളിച്ചു നിന്നിങ്ങനെ കാണുകയാണ്. അങ്ങനെ രണ്ടുപേരും വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ വീട് ആകെ മോശമായിട്ട് കിടക്കുന്നു. അതുപോലെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ 2 കണ്ണ് ചുവക്കാണ്. അത് കഴിഞ്ഞ് എന്തോ ഒന്ന് അവനെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി ഇങ്ങനെ എടുക്കുന്നതും ഇത് കാണുന്ന നമ്മുടെ ലൂക്കായാലും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു രീതിയിൽ അവരും പേടിച്ചു പോവും. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഹീറോ താഴേക്കൊന്ന് വീഴുമ്പോൾ ആ മുറിഞ്ഞ മുട്ട് തന്നെ താഴേക്കൊന്ന് ഇടിക്കുന്നതും പിന്നെയും വേദന എടുക്കുന്നു. അതുമല്ല ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തോ ഒരു ശക്തി ഈ ഒരു വീടിനകത്തുള്ളതുപോലെ. പെട്ടെന്ന് കണ്ണാടിയെല്ലാം പൊട്ടുന്നു, സോഫ, ചെയർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അനങ്ങുന്നു. ആ ഒരു സമയത്താണ് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നത് ഇതിനകത്തുള്ളത് ഒരു പ്രേതമാണ്. അങ്ങനെ ഇതുകൂടി കാണുന്നത് രണ്ടുപേരും പെട്ടെന്ന് ഓടി വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു പോലീസുകാരനെ കാണുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവര് സാർ അതിനകത്തെന്ന് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെ ആ ഒരു ഇൻസ്പെക്ടർ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, അല്ല ഇന്നലെ രാത്രി വീട്ടിൽ നിന്നും പേടിച്ച് വെളിയിൽ ഇറങ്ങി എന്ന് പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ, അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി സമയം എന്താ, കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ തന്നെ നിങ്ങളെ അറിയിക്കാം. അത് കഴിഞ്ഞിട്ട് ലൂക്ക് നേരെ വീണ്ടും ആ ഒരു തടാകത്തിനടുത്തേക്ക് വന്ന് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഒരു പ്രൊഫസർ വീണ്ടും അവിടെ വരുന്നു. അപ്പോഴാണ് ലൂക്ക് പറയുന്നത്, എല്ലാവരും എന്നെ ഒരു മന്ത്രവാദി ഡോക്ടർ എന്നാണ് പറയുന്നത്, കാരണം എല്ലാവരുടെയും വേദന ഞാൻ എങ്ങനെ മാറ്റുമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതുപോലെ ഇന്നലെ രാത്രി ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, ഞാൻ വലിയൊരു കുഴപ്പത്തിൽ പെട്ടുപോയി എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു പ്രൊഫസർ പറയും, നീ ഇപ്പോൾ സത്യത്തിൽ നിന്നും മാറിപ്പോവാണ്, അതുകൊണ്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നീ കുറച്ച് മാറി നിന്ന് അതെന്താണെന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആ ഒരു ധനമന്ത്രി ഉണ്ടല്ലോ അയാളുടെ വീട്ടിൽ കാണിക്കുമ്പോൾ അയാളുടെ ഭാര്യ ജെസ് അയാളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇതുപോലെ എന്റെ മുതുകുവേദന അതെല്ലാം ഒരു 3 സെക്ഷനായിട്ട് ആ ഒരു ഡോക്ടർ മാറ്റി തന്നു, അതുപോലെ അതൊരു ഡോക്ടർ അല്ല, ഒരു ഹിപ്നോ തെറപ്പിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ അയാൾ പറയും, അയാൾ എന്തായാലും നമുക്ക് ഇനി ജോൺ എന്ന് വിളിക്കാം. അപ്പോൾ ജോൺ പറയും, അങ്ങനെയാണെങ്കിൽ 3 സെക്ഷനിൽ നല്ല രീതിയിൽ പണം വാങ്ങി കാണുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജെസ് പറയും, ഇല്ല പണമൊന്നും വാങ്ങിയില്ല, പക്ഷെ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നെല്ലാം പറയുമ്പോൾ
പണം വാങ്ങിയില്ലേ, അങ്ങനെയാണെങ്കിൽ അവൻ എന്തോ ഒരു കാര്യം നിങ്ങളെ പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവൻ വേറെ എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ജസ് പറയും അതെല്ലാം ശരി തന്നെയാണ്, നിങ്ങൾ ഒരു തവണ എന്നോടൊപ്പം ഒന്ന് വന്നു നോക്ക്, അപ്പോൾ അറിയാലോ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ജോൺ പറയും ഓക്കെ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇവർ രണ്ടുപേരും ലൂക്കിനെ കാണാനായിട്ട് വരുമ്പോൾ ലൂക്ക് പറയും ഹേയ് നിങ്ങൾ രണ്ടുപേരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, നിങ്ങളുടെ ഭാര്യയുടെ അസുഖം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുമ്പോൾ ജോൺ പറയും അതെ എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ ലൂക്ക് പറയും ശരി മേഡം നിങ്ങളൊന്ന് വെളിയിൽ നിൽക്ക്, നിങ്ങളുടെ ഭർത്താവിനോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ജസ്സിനെ വെളിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ജോൺ നോക്കുന്ന സമയത്താണ് ലൂക്കിനെ പറ്റിയുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ജോൺ ചോദിക്കും അല്ല നീ പഠിച്ചു കഴിഞ്ഞതിനുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് എവിടെ, അങ്ങനെയാണെങ്കിൽ നീ ഒരു ഫ്രോഡ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലൂക്ക് പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്നോടൊപ്പം ഒരു സെക്ഷൻ ഒന്ന് വന്നിരുന്ന് നോക്ക്, അപ്പൊ അറിയാലോ ഞാൻ ഫ്രോഡാണോ ഇല്ലയോ എന്ന്. ശരി നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ജോൺ ആയാലും വന്ന് അവിടെ ഇരിക്കുമ്പോൾ ലൂക്ക് സാധാരണ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു വാച്ച് ഇങ്ങനെ എന്തെങ്കിലും വെച്ചായിരിക്കും ഓരോരുത്തരെ ഹിപ്നോട്ടിസ് ചെയ്യുന്നത്. പക്ഷെ ജോണിനോട് പറയും നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ നിങ്ങൾ കയ്യിൽ പിടിച്ചതോ അവളെ കിസ് ചെയ്തതോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം ആലോചിച്ച് നോക്കാൻ പറയുമ്പോൾ അവൻ ഇപ്പൊ ആലോചിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ അതൊരിക്കലും അവന്റെ ഭാര്യയല്ല വേറെ ഏതോ ഒരു സ്ത്രീയാണ്. അതുമല്ല ഈ ഒരു കാര്യങ്ങൾ ആലോചിച്ച് അവൻ പതിയെ ഹിപ്നോട്ടൈസ് ആവുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോൺ ഏതോ ഒരു പെണ്ണായിട്ട് നല്ല റൊമാൻറ്റിക് ആയിട്ട് കിസ് എല്ലാം ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അത് ആരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോയുടെ ഭാര്യ ഉണ്ടല്ലോ കാണാതെ എന്ന് പറഞ്ഞ ജെയിൻ, ആ ഒരു പെണ്ണാണ്. സത്യത്തിൽ ജെയിൻ ജോലി ചെയ്തത് ജോണിനോടൊപ്പമാണ്. അതുമല്ല ഏകദേശം 3 വർഷമായിട്ട് ഒരു പരിചയത്തിലായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത് വരുന്നത് ഇതെല്ലാം ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ആ ഒരു രീതിയിൽ അടുക്കാൻ തുടങ്ങി. സാധാരണ എപ്പോഴും അവളെ ഞാൻ വിളിക്കാൻ പോകാറുള്ളത് റോഡ് സൈഡിൽ നിന്നാണ്, പക്ഷെ അന്നത്തെ ദിവസം അവളുടെ വീട്ടിൽ വന്ന് അവളെ പിക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അതുപോലെ അവളെ കാറിൽ കൊണ്ടുപോകുന്ന സമയത്ത് ജെയിൻ അപ്പോഴാണ് അവനോട് പറയുന്നത് ശരി ഇപ്പൊ എനിക്കൊന്നും പറയാൻ കഴിയത്തില്ല, എനിക്കിപ്പോ എന്റെ ഹസ്ബൻഡിനോട് പോകണം, അതുകൊണ്ട് ഒരു 3 മണിയാവുന്ന സമയത്ത് നമ്മുടെ ആ ഒരു തടാകത്തിനടുത്തേക്ക് നീ വന്നാൽ മതി, അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും പറയാം എന്നും പറഞ്ഞിട്ട് ജെയിൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ അവള് പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ഒരു തടാകത്തിനടുത്തേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി നല്ലതുപോലെ കെട്ടിപ്പിടിച്ച് കിസ് എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് ജെയിൻ ആണെങ്കിലോ ഒരു വല്ലാത്ത രീതിയിലാണ് നടക്കുന്നത്. അതുമല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ജോണിനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പരിചയപ്പെട്ട് 3 വർഷമായി എന്ന് പറയുമ്പോൾ സാധാരണ ഈ ഒരു ഭാര്യമാരാണ് ഇവർ കണ്ടുമുട്ടിയത് ഇത്ര വർഷമായി എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഇവളിപ്പോൾ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഇത് കേൾക്കുന്ന ജോൺ ആണെങ്കിൽ പെട്ടെന്ന് ഷോക്കാവും. അതുമല്ല ജെയിൻ ആയാലും ജോണിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിനക്ക് പ്രധാനം ഞാനാണോ അതോ നിന്റെ ഭാര്യയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇതേ ചോദ്യം തന്നെയാണ് നമ്മുടെ ഹീറോയ്ക്കും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. പക്ഷെ സത്യത്തിൽ ആ ഒരു ചോദ്യം ചോദിച്ചത് നമ്മുടെ ഹീറോയുടെ അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് അറിയത്തില്ല. അങ്ങനെ ഇതെല്ലാം കേട്ട് നമ്മുടെ ജോൺ ആണെങ്കിലോ ഓക്കെ നീ എന്നോട് ഇങ്ങനെല്ലാം ചോദിക്കുന്നു, നിന്റെ ഭർത്താവിനെ വിട്ട് വരാനായിട്ട് നീ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തയ്യാറാണ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രഗ്നന്റ് ആണെന്ന്, ഇതിലും വലിയ പ്രൂഫ് ഇനി എന്തോ വേണമെന്ന് ചോദിക്കുമ്പോൾ ജോൺ ചോദിക്കും ശരി അതെന്റെ കുഞ്ഞാണെന്ന് നിനക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒരുപക്ഷെ നിന്റെ ഭർത്താവിന്റെ കുഞ്ഞാണെങ്കിലോ. അപ്പോഴാണ് അവൾ പറയുന്നത് നമ്മുടെ ഹീറോയ്ക്ക് കുട്ടികളെ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന്. ഇതും കൂടി ആവുമ്പോഴത്തേക്കും ജോൺ അവളെ പറ്റി മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇവന്റെ കൂടെ തന്നെ തന്റെ ഭർത്താവിനെ ചതിച്ച് വന്നതല്ലേ, അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് ജെയിനിനെ മോശമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ജെയിൻ ആണെങ്കിലോ അവന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. അതുപോലെ ജോണിനാണെങ്കിൽ അവന്റെ മുഖത്ത് ആരും തൊടുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവൾ അടിക്കുകയും കൂടി ചെയ്തല്ലോ. അതുപോലെ ജെയിൻ ആണെങ്കിൽ അവന് നല്ലതുപോലെ അടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജോൺ പെട്ടെന്ന് ഏയ് നിർത്ത്, നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം, ആ ഒരു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ പറയുമ്പോൾ അവൾ പറയും പണത്തിന് വേണ്ടിയില്ല ഞാൻ ഇതെല്ലാം ചെയ്തത്, നിന്നോട് ശരിക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നെല്ലാം പറയുമ്പോൾ ജോണിന് ഒരിക്കലും അതിനോട് താല്പര്യമില്ല. അപ്പോൾ ജെയിൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയും, നീ എവിടെയൊക്കെ പോണോ അവിടെ എല്ലാം പോയിട്ട് ഇതിന് കാരണക്കാരൻ നീയാണെന്ന് ഞാൻ പറയുമെന്ന് പറയുമ്പോൾ അവൻ പറയും ഇതെല്ലാം പറഞ്ഞാലേ എല്ലാവരും വിശ്വസിക്കാന്നാണോ എന്നെല്ലാം പറയുന്ന സമയത്ത് ജെയിൻ ആണെങ്കിലോ പെട്ടെന്ന് അവനെ അടിക്കാൻ തുടങ്ങും. അപ്പോൾ അവനാണെങ്കിലോ നീയൊക്കെ ഒരു സ്ത്രീയാണോ എന്നെല്ലാം ചോദിച്ചേ അവളെ ഒരുപാട് വഴക്ക് പറയുമ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ ഹീറോ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് പറഞ്ഞത്. അത് ജോൺ ആണെങ്കിൽ ജെയിനോട് പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ജോണിനാണെങ്കിൽ നല്ല ദേഷ്യം വന്ന് ജെയിനിന്റെ കഴുത്ത് പിടിച്ച് ഇങ്ങനെ ഞെരിക്കാണ്, മിണ്ടാതിരിക്കും എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നതും നമ്മുടെ ജെയിനിന്റെ അനക്കം നിന്നുപോയി. എന്താണെന്ന് വെച്ചാല് അവൻ കഴുത്തിൽ ഞെരുക്കി പിടിച്ചത് കൊണ്ട് തന്നെ അവൾ അവിടെ വെച്ച് മരിക്കാണ്. വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്തതല്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷെ ഒരു ബന്ധമില്ലാതെ നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമുക്കിപ്പോഴും മനസ്സിലാവാത്തത്. അങ്ങനെ ജെയിൻ മരിച്ചതിന് ശേഷം ഇവളുടെ ശരീരം എന്തെങ്കിലും ചെയ്യണമല്ലോ, അതുകൊണ്ട് അവളുടെ ബോഡി എടുത്ത് അവന്റെ കാറിന്റെ ഡിക്കിയിലാക്കി അവന്റെ കാറും എടുത്ത് ഒരു മേയറിനെ കാണാനായിട്ട് പോയെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ലൂക്ക് ഉണ്ടല്ലോ അവനാണെങ്കിലും തന്റെ കാർ എടുത്ത് ജോൺ കാണാൻ പോയിട്ടുള്ള ആ ഒരു മേയറിനെ കാണാനായിട്ട് പോവാണ്. ഓക്കെ സാർ, നിങ്ങളെ കാണാനായിട്ട് വന്നത് ഒരു കേസിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. അതെന്തിനെ പറ്റിയാണെന്ന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുന്നേ ജോൺ നിങ്ങളെ കാണാനായിട്ട് ഇവിടേക്ക് വന്നിരുന്നു. അപ്പൊ ആ ഒരു മേയർ പറയും അതെ 1 മാസത്തിന് മുന്നേ അയാൾ എന്നെ കാണാൻ വന്നിരുന്നു, അതുപോലെ ഇവിടെയാണ് ആഹാരം കഴിച്ചത് കിടന്നുറങ്ങിയത്
എന്നെല്ലാം പറയുമ്പോൾ ഓക്കെ സാർ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഡേറ്റ് പറയുകയും ചെയ്യുന്നു 21-ാം തീയതി. അപ്പോൾ എല്ലാ മാസം 21-ാം തീയതിയാണ് ജോൺ ഈ ഒരു മേയറിനെ കാണാനായിട്ട് വരുന്നത്. അതുമല്ല ആ ഒരു ദിവസമാണ് നമ്മുടെ ഹീറോയുടെ ഭാര്യയെ കാണാതായതും. അതുമല്ല ജോണിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലൂടെ അത് കഴിഞ്ഞിട്ട് അവൻ നേരെ ഒരു ഹാർഡ്വെയർ കടയിലേക്ക് പോയി ഈ മണ്ണ് തോണ്ടുന്ന കോരി, പിക്കാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ലൂക്ക് പോയിട്ട് അതേ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു കാടിനടുത്തായിട്ട് വണ്ടി കൊണ്ട് നിർത്തി ഒരു 10 മിനിറ്റ് ഉള്ളിലേക്ക് നടന്നെന്ന് പറയും. ഇതെല്ലാം ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോഴത്തേക്കും ജോൺ ലൂക്കിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലൂക്ക് അത് ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഈ കാടിനകത്തേക്ക് പോയി നോക്കുമ്പോൾ നല്ല ആളിന്റെ ഉയരത്തിലുള്ള വലിയ വലിയ ചെടികളൊക്കെ അവിടെ പിടിച്ചു നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു കുന്നുപോലെയുള്ള ഭാഗമുണ്ട്. അവിടെയാണ് അവളുടെ ബോഡി കുഴിച്ചിട്ടതെന്നാണ് പറയുന്നത്. അതേസമയം ഇവിടെ ജോൺ ആണെങ്കിലും ജെയിനിന്റെ ബോഡി എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലൂക്കും അവിടേക്ക് ചെന്നിട്ട് ആ ഒരു സ്ഥലം ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങാണ്. അതുമല്ല ഇതിനു മുന്നേ തന്നെ നമ്മുടെ ഹീറോയോട് ലൂക്ക് വിളിച്ച് പറഞ്ഞിരുന്നു, നിന്റെ ഭാര്യ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അവളുടെ ശരീരം ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്, അത് കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ നിന്നെ ഞാൻ അറിയിക്കാം എന്നും പറഞ്ഞിട്ട് ലൂക്ക് ഇവിടെ ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയുന്നില്ല. അതേസമയം ഹീറോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. ഇവിടെ ആ ഒരു തടാകത്തിനടുത്തായിട്ട് ജെയിനും ജോണും ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയും ആ ഒരു സ്ഥലത്തേക്ക് വന്നിരുന്നു. അതുമല്ല ഇവര് രണ്ടുപേരും അവിടെ ഒന്നിച്ചു നിൽക്കുന്നത്, കിസ് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ കുറച്ച് ദൂരെയായിട്ട് നിന്ന് ഇവരറിയാതെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതുമല്ല ജെയിൻ പ്രഗ്നന്റ് ആണെന്നുള്ള ആ ഒരു കാര്യം, തന്റെ ഭർത്താവിനെ കൊണ്ടൊരിക്കലും കുഞ്ഞുങ്ങളെ ഉണ്ടാകാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യം, ഇതെല്ലാം നമ്മുടെ ഹീറോ അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു. ഇതെല്ലാം കേട്ട ഹീറോയ്ക്ക് നല്ല വിഷമമുണ്ട്. അതുമല്ല അവളാണെങ്കിൽ അവനെ ചതിക്കാൻ കൂടി ചെയ്യാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് അവനവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും ആ ഒരു വഴക്കുണ്ടാക്കുന്നത്. വഴക്കുണ്ടാക്കി ജോൺ ആണെങ്കിൽ ജെയിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവളെ കൊല്ലുന്ന ആ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ കാണുന്നുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടാണ് ഈ ഒരു വടുവൻ അവളെ രക്ഷിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തില്ല. ആൾറെഡി അവനെ ചതിച്ചെന്നുള്ള ആ ഒരു ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജോൺ അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ആ ഒരു ദേഷ്യം കാരണം നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും ഇപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് അവൻ നല്ലതുപോലെ കരയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് തന്റെ ഭാര്യയെ കൺമുന്നിൽ വെച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടുത്താനായിട്ട് അവൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ അത് ചെയ്തില്ല. അതുകൊണ്ടാണ് ജെയിനിന്റെ ആത്മാവ് ഹീറോയെ വന്നിങ്ങനെ ശല്യപ്പെടുത്തുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ഇരുന്ന് കരയുമ്പോഴത്തേക്കാണ് ജെയിനിന്റെ ആത്മാവ് ഇപ്പൊ അവൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കുന്നതും അവന്റെ മുന്നിലേക്ക് വന്ന് അവളെ രക്ഷിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടായിരുന്നിട്ടും അവൻ ഒരിക്കലും അത് ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞ് അവനെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. അതേ സമയം തന്നെ ഇവിടെ നമ്മുടെ ലൂക്ക് കുഴിയെടുത്ത് അവസാനം ജെയിനിന്റെ ശരീരം കണ്ടുപിടിച്ചു. അങ്ങനെ അത് എടുക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് ലൂക്കിന്റെ പുറകിൽ നിന്നും ആരോ അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി, അതാരാണെന്ന് കാണിക്കുമ്പോൾ ജോൺ ആണ്. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റിന്റെ അവസാനം നമ്മുടെ ജോൺ പെട്ടെന്ന് ലൂക്കിന്റെ മുകളിലേക്ക് കയറിയിരുന്ന അവന്റെ കഴുത്ത് ഞെരിച്ച് ജെയിനെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ തന്നെ കൊല്ലാൻ പോവാണ്. അതുപോലെ അവനോട് പറയുന്നുണ്ട്, അവളെ കുഴിച്ചിട്ട് ആ ഒരു കുഴിയെ തന്നെ നിന്നെ ഞാൻ കുഴിച്ചു മൂടും എന്നും പറഞ്ഞ് നമ്മുടെ ലൂക്കിനെ കൊല്ലാനായിട്ട് വരുന്നതും പെട്ടെന്ന് ജോണിനെ ആരോ പുറകിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നു. അതാരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അത് നമ്മുടെ ഹീറോ ആണ്. കാരണം അന്ന് അവന് ചെയ്യാൻ കഴിയാത്ത ആ ഒരു കാര്യം ഇന്ന് എന്തായാലും നമ്മുടെ ഹീറോ ചെയ്തിരിക്കുകയാണ്. കാരണം അന്ന് അവന്റെ ഭാര്യയെ അവന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ഒരിക്കലും സംഭവിക്കരുതെന്നും പറഞ്ഞ് നമ്മുടെ ലൂക്കിനെ അവൻ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവിടേക്ക് പോലീസ് എല്ലാം വന്ന് ഇവിടെ ഒരു ബോഡി, ആ ഒരു കുഴിയിലൊരു ബോഡി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ് ലൂക്കിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് ആ ഒരു പോലീസുകാരൻ പറയുന്നത്, കുഴപ്പമില്ലല്ലോ, ഹിപ്നോട്ടൈസ് ചെയ്ത് ഒരു കേസെല്ലാം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതുമല്ല ഒരു കേസ് അന്വേഷിച്ച് പോയപ്പോ ഇപ്പൊ 2 കൊലപാതകം. അതുകൊണ്ട് തന്നെ ലൂക്കിനോട് നല്ല എതിരെ ടാങ്ക്സ് എല്ലാം പറയുന്നുണ്ട്. നിങ്ങളുടെ സഹായം ഒരുപാട് ഈ ഒരു കേസിൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോകാനായിട്ട് വരുമ്പോ നമ്മുടെ ഹീറോ ജോണിനെ ഷൂട്ട് ചെയ്ത് കൊന്നല്ലോ. അതുകൊണ്ട് തന്നെ അവനെ കൈവിലങ്ങിട്ട് അവനെ കൊണ്ടുപോകാൻ പോവാണ്. ഒരുപക്ഷെ നമ്മുടെ ലൂക്കിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ള രീതിയിൽ ഹീറോയ്ക്ക് ശിക്ഷ കുറച്ചേ കൊടുക്കത്തുള്ളൂ എന്ന് നമുക്ക് എന്തായാലും വിശ്വസിക്കാം. ഒരുപക്ഷെ ഈ ഒരു രീതിയിൽ നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു ശിക്ഷ കിട്ടും. വേറൊന്നുമല്ല, ഒരു കൊല നടന്നു, അത് ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചല്ലോ, അത് കാരണം നമ്മുടെ ഹീറോയ്ക്ക് എന്തായാലും ശിക്ഷ കിട്ടും. അതുമല്ല ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിച്ചതോടുകൂടി നമ്മുടെ ഹീറോയ്ക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. അവനിപ്പോ ആ ഒരു പ്രേതം ശല്യം ചെയ്യുന്നില്ല. അതേപോലെ തന്നെ അവന്റെ ശരീരവേദന, മുട്ടുവേദന ഇതെല്ലാം മാറിയിട്ടുണ്ട്. കാരണം അവന്റെ ഭാര്യയുടെ ശരീരം എവിടെയാണെന്ന് കണ്ടുപിടിക്കണമായിരുന്നു, അതായിരുന്നു ചെയ്യേണ്ടത്. അതുപോലെ അവളെ കൊന്ന ജോണിനെ ഹീറോ കൊന്നതോടുകൂടി ആ ഒരു കാര്യം എന്തായാലും അവിടെ അവസാനിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂക്കിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ലൂക്കിന് ഇപ്പൊ ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അവൻ ആ ഒരു എക്സാം എഴുതിയിട്ട് അവൻ പാസ്സായി. അതുകൊണ്ട് തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് അവന് കിട്ടുന്നതും അതെടുത്ത് ആ ഒരു ചുമരിൽ തൂക്കിയിടുന്ന സമയത്താണ് നമ്മുടെ ജോണിന്റെ ഭാര്യ ജെസ് വന്നിട്ട് അവനെ നല്ലതുപോലെ വഴക്ക് പറയുന്നു. അവളുടെ അസുഖം മാറ്റാനായിട്ടാണ് അവൾ ഇവിടേക്ക് വന്നത്. അതുപോലെ ആവശ്യമില്ല
ഇല്ലാതെ ഇപ്പോ അവളുടെ ഭർത്താവിനെ ഇതിലേക്ക് കൊണ്ടുവന്ന് അവനെ അവളിൽ നിന്നും അകറ്റുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾക്ക് അത്രയും ദേഷ്യമുണ്ട്. അപ്പൊ ആ ഒരു സുഹൃത്താണ് അവളെ പിടിച്ചോണ്ട് പോകുന്നത് സോറി സാർ എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ജസ്സിനാണെങ്കിലോ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. നീ കൊലയാളിയാണ്, നീ കാരണം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചത്, ഞാനല്ലേ പേഷ്യന്റ്, എന്നെ ചികിത്സിക്കാനുള്ളത് എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോ നമ്മുടെ ലൂക്ക് വീണ്ടും ആ ഒരു തടാകത്തിനടുത്തേക്ക് പോയി നിൽക്കാണ്. ആ ഒരു സമയത്ത് വീണ്ടും ആ ഒരു പ്രൊഫസർ അവിടേക്ക് വരും. പക്ഷെ ഇവൻ കറക്റ്റ് ആയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആ ഒരു പ്രൊഫസർ എന്തുകൊണ്ട് അവിടെ വരുന്നു എന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് വേറെ ഒന്നുമല്ല, ആ ഒരു പ്രൊഫസർ മരിച്ചിട്ട് തന്നെ വർഷങ്ങളായി. പക്ഷേ ഹീറോയുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു പ്രൊഫസർ ഉണ്ട്. അവൻ ഏതൊക്കെ സമയത്താണ് ഒരു സഹായം ആവശ്യപ്പെടുന്നത് ആ ഒരു സമയത്തല്ല ഈ ഒരു പ്രൊഫസർ ഒരു വഴികാട്ടിയായിട്ട് അവന് മുന്നിലുണ്ടാവും. പക്ഷെ ഇപ്പോഴാണെങ്കിലോ ഹീറോ അവന്റെ ജോലി നല്ലതുപോലെ ചെയ്യുന്നു. അതേപോലെ തന്നെ ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആ എക്സാം പാസ്സായിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. ഇതെല്ലാം കാരണം ഇനി എന്തായാലും ആ ഒരു പ്രൊഫസറിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഫസർ അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതും, പ്രൊഫസറല്ല അയാളുടെ ആത്മാവ്, ആ ഒരു ആത്മാവ് അവിടെ നിന്ന് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.